കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക് ഇന്നൊരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളാണ് കലാഭവൻ ഷാഫി. അപ്പൊ ഇന്നലെ ഷാഫി ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ എൻ്റെ ചെറിയൊരു സംശയമാണ്, സിനിമക്കാരുടെ ശബ്ദവും രാഷ്ട്രീയക്കാരുടെ ശബ്ദവും ഏകദേശം ഒളിഞ്ഞിരിപ്പുണ്ട്, രണ്ടിലും സാമ്യം തോന്നുന്നുണ്ട്, ഓക്കെ ഒരു മോർഫിക് മോഡൽ. ഓക്കെ അപ്പോൾ അതൊന്ന് ഇവിടെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കാനാണ്. ശരി, ആയിക്കോട്ടെ. അതായത് തമിഴ് സിനിമയിലെ ആ. മൊട്ടരാജേന്ദ്രൻ ഉണ്ടല്ലോ, ആ മൊട്ടരാജേന്ദ്രൻ്റെ ശബ്ദവും ശ്രീ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദവും ഏകദേശം ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ട്. ഉണ്ടോ? ആ, ഒന്ന് നോക്കി നോക്കാം. ഉണ്ടോ? നോക്കാം. ஏய் பேபி எப்படி இருக்க? நல்லா இருக்க? ஓ ஏய் பேபி என்ன பார்த்து மதுரா ரோசனா பியூட்டிஃபுல்லா இருந்தோ. ஓ எந்த ராஜிக்கு வண்டி அவர் നിലവിൽ വിട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒറ്റി കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നവർ, എൻ്റെ രാജ്യക്ക് വേണ്ടി എൻ്റെ നാശത്തിന് വേണ്ടിയിരിക്കുന്ന തൽപര കക്ഷികൾ അവരെല്ലാം അടിച്ചു പുറത്താക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്, ഇന്ത്യൻ നാഷണൽ ക്യാമ്പ്. ആ, താങ്ക് യു. അടിപൊളി. ഇനി അടുത്തത് എന്താണ്? അതുപോലെ AK ആന്റണി സാറിന്റെ ശബ്ദത്തിൽ ഉം. അജു വർഗീസിന്റെ ശബ്ദം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒളിഞ്ഞിരിപ്പുണ്ടോന്നൊരു സംശയം. സംശയം. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കാം. എൻ്റെ കർത്താവ്യം മനസ്സമാധാനത്തോടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛമാമനും കൂട്ടുകാരും എന്നെ പിടിച്ച് വിട്ടേക്ക്. ഈട അച്ഛമാമ ഇട വിനോദ്, നീ ഒരു ലെവലട വെച്ചേ. ഇട നീ മാസട ഇട ഓ സിക്സ് പാക്കട എന്നാലും ഒരു പുനതരും മാവച്ച നിങ്ങൾ വേറെ ലെവല് തന്നെ ചേ. ഇത് ഞാൻ ഗോപി കൊണ്ടിരിക്കുന്ന കേശ ഇതിത്തേന്ന് ഞാൻ 10 പൈസ തരുന്ന മോനെ ബ്ലഡി ഫുൾ. ആ, അടിപൊളി താങ്ക് അടിപൊളി. യു. അപ്പൊ ഇനി അടുത്തത്. അതുപോലെ നമ്മളെ തിലകൻ ചേട്ടൻ ഉണ്ടല്ലോ, ആ, തിലകൻ ചേട്ടൻ്റെ ശബ്ദത്തിൽ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ ചേട്ടൻ്റെ ശബ്ദം ഒളിഞ്ഞിരിപ്പുണ്ട്. നോക്കാം. ഓക്കെ. ആ. എന്താ 16 കൊല്ലം ഞാൻ മക്കളെ ചെയ്യില്ല. അതായത് ഹൃദയവും പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു പദവിയും പഠിച്ചത്. അപ്പോൾ ഏതാണ് ജാതി? ഞാനും ചങ്ങനാശ്ശേരി സുകുമാരി യോഗം കൂടുന്നുണ്ട്. അയ്യോ യാതൊരു താങ്ക് യു. ഓക്കെ. ഇനി അതുപോലെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാർ, മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ MP കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ശബ്ദത്തിൽ വിനായകൻ ചേട്ടൻ, കമ്മിറ്റി പാർട്ടിലെ വിനായകൻ ചേട്ടൻ്റെ ശബ്ദം ഓക്കെ. ചെറുന്നേരം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ. നോക്കാം. പല പ്രാവശ്യം പല യോഗങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ട്, സ്വീകരണത്തിലും സംബന്ധിച്ചിട്ടുണ്ട്, അധികാരമേറ്റപ്പോൾ, അതുപോലെ തന്നെ ജാഥ ക്യാപ്റ്റനായപ്പോൾ, അങ്ങനെ പല ഘട്ടത്തിലും. പക്ഷേ കൃഷ്ണ ഞാനാണ്ട ഗംഗണ്ട ചുമ്മാ വിളിച്ചിട്ടുള്ളൂ. ആരൊക്കെ പിന്നാലെ കൂട്ടിയിട്ട് അച്ഛനെ കിട്ടില്ല ടീമാണ് അച്ഛനെ, അവരുടെ നോക്കോ അച്ഛനെ. ഇപ്പം എനിക്ക് പേടില്ല, ഞാൻ ഇതൊന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടെ പോക്കോന്ന്. ശരി വെക്കട്ടെ. ആ ആ, താങ്ക് യു. അതുപോലെ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. നമ്മുടെ ബാഹുബലിയിലെ ആ. കാലകേൻ്റെ ശബ്ദം നമ്മുടെ ശശി കല്ലിംഗ ചേട്ടനാണോ എന്നൊരു ഡൗട്ട്. ആ ശബ്ദം കൊടുത്തിരിക്കുന്നത് ശരിയാണോ ഉല്ലസേട്ടാ? നോക്കാം നമുക്ക്. നോക്കാം. ആ. Да, достойный, отдабыш какой, шукве, una casta, una bisha, അതെ 1-2 കൊല്ലാം ഇവിടെ 50 എന്നാണ് നമ്പ്രത്തിലെ ചേച്ചിയുടെ പ്രസവം. കൊച്ചൻ ചച്ചൻ രമേശനാണോ ബാബുവാണോ എന്നല്ല. താങ്ക് യു. അതുപോലെ ഇന്ദ്രജിത് സാറിൻ്റെ ശബ്ദത്തിൽ നിന്നും ഉം. നമ്മുടെ വിനയ് ഫോർട്ടിൻ്റെ ശബ്ദം, പ്രേമം സിനിമയിലെ വിനയ് ആ. ഫോർട്ടിൻ്റെ ശബ്ദം, ഓക്കെ. വിനയ് ഫോർട്ടിൻ്റെ ശബ്ദം. ഉം. എന്തുവാണ് നിന്റെ പേര്? മാധവൻ. കൊള്ളാം, കേൾക്കുമ്പോൾ സ്റ്റൈലൊക്കെ ഉണ്ട്. നാളെ കാണുമ്പോൾ ഈ മീശ അങ്ങ് പഠിച്ചേക്കണം കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? പറയണം. ചോവ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ. പിന്നെ സേഫ്, ചോവ വളരെ സേഫാണ്. അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടോ? പറയണം. മനസ്സിലായില്ലേ? പറയണം. എല്ലാവർക്കും കേൾക്കാനോ മനസ്സിലാവും. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ 23-ാമത്തെ പേജിൽ പട്ടി പുറത്തേക്ക് നോക്കുന്നതാണ്. എനിക്ക് മനസ്സിലായില്ല. ആ ടോപ്പിക്ക് വിടാം. താങ്ക് യു. അതുപോലെ
മലയാള സിനിമയിലെ സംവിധായക രഞ്ജിത്ത് സാറിൻ്റെ ആ ശബ്ദത്തിൽ ശിവജി ഗുരുവായ സാറിൻ്റെ ശബ്ദം ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ. ആ മോഹൻ, നിങ്ങളൊരു നല്ല നടനാവണമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും നിങ്ങളൊരു നല്ല നടനാവും. ആരോട് ചാവിടിച്ചോ, ഇയാൾക്ക് എന്താ കൊടുക്കുക, ചെറു കൊടുക്കുക, എന്താ സന്തോഷമായില്ലേ? പുഴപ്പുറം പാടത്ത് ഒരു 10 പറക്കുന്നെല്ലുണ്ട്. ഇപ്പോൾ വലിയ വിലയില്ലെങ്കിലും അരിക്ക് ക്ഷാമുണ്ടാകുമ്പോൾ പൊന്നുമ്പിൽ കിട്ടും. തീർത്തില്ല, മുറ്റത്ത് കിടക്കുന്ന വണ്ടി 1984 വാങ്ങുമ്പോൾ പുതുപുത്തനായിരുന്നു. അതാരുണ്ട് പേരിലേക്ക് മാറ്റിത്തരാ. എന്താ സന്തോഷമായില്ലേ? താങ്ക് യു. അരുണേട്ടന് സന്തോഷായില്ലേ?